കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ വൈസ് പ്രസിഡൻറ്റ്, അതിൽ തന്നെ ഏക വനിത, അഭിനേത്രി, നല്ലൊരു അവതാരിക, മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന ഫിസിയോതെറാപ്പിസ്റ്റുമാരിൽ ഒരാളുമായ പെരിന്തൽമണ്ണ അൽഫോൻസ ഇടവകയുടെ സ്വകാര്യ അഹങ്കാരവുമായ ട്രീസ ലിസ് സെബാസ്റ്റ്യനാണ് ഇന്ന് നമ്മോടൊപ്പം. പെരിന്തൽമണ്ണ അൽഫോൻസ ഫാമിലി അസോസിയേഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് മിസ്സിസ് ട്രീസ ലിസ് സെബാസ്റ്റ്യന് സ്വാഗതം. താങ്ക് യു. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ജന്മവാർഷികവും സമുദായ സമ്മേളനവും എല്ലാം ഈ വരും ദിവസങ്ങളിൽ കണ്ണൂരിൽ വെച്ച് നടക്കുകയാണല്ലോ. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് അല്പം സംസാരിച്ചാലോ? നമ്മുടെ ഇടവകയുടെ ചാനലായതുകൊണ്ട് ഈ ചാനലിൽ വരുന്ന എല്ലാ പരിപാടികളും ഞാനും കാണാറുണ്ട്. നേതാവേ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ജന്മവാർഷികം അടുത്ത ദിവസമാണല്ലോ. ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? കത്തോലിക്ക കോൺഗ്രസിൻ്റെ 108ാം ജന്മവാർഷിക സമ്മേളനമാണ് കണ്ണൂർ വെച്ച് തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. മാർച്ച് 13-14 തീയതികളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. വളരെ വിപുലമായ രീതിയിലാണ് തലശ്ശേരി അതിരൂപത അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ യൂണിറ്റ് തലം മുതൽ രൂപതാ തലം വരെ ആ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെയാണ് അവർ ആളുകളെ മൊബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100,000-ഓളം ആളുകളെ കേരളത്തിൽ നിന്ന് എല്ലാ രൂപതകളിൽ നിന്നുമായിട്ട് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സമ്മേളനം ഒരു വൻ വിജയമായിരിക്കും. തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും ഇത് സമുദായ ശാക്തീകരണ വർഷമാണ് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മളുടെ സമുദായത്തിൻ്റെ ശക്തി എന്താണ്, കേരളത്തിലെ സമൂഹത്തിൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് വിളിച്ചോതുന്ന ഒരു സമ്മേളനം തന്നെയായിരിക്കും കണ്ണൂർ നടക്കാൻ പോകുന്നത് 14-ാം തീയതി. കത്തോലിക്ക കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും. പല സ്ഥലങ്ങളിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടിയൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് വനിതകളുടെ കുറവ് എവിടെയെങ്കിലും അനുഭവപ്പെടാറുണ്ടോ? നമുക്ക് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും വനിതകൾ കുറവാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു സ്ഥാനമില്ല, നമ്മളവിടെ പരിഗണിക്കപ്പെടില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാവാം. അങ്ങനെ തന്നെ ആവുമോ? ചിലപ്പോൾ ഇവർക്ക് വീട്ടിൽ നിന്ന് മക്കളെയൊക്കെ വിട്ടു നിൽക്കാനും പ്രവർത്തിക്കാനുള്ള സമയവും സാഹചര്യങ്ങളും ഒത്തുകിട്ടാത്തത് കൊണ്ടും ആയിക്കൂടെ? അതാണ് ഞാൻ പറഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ടാകാമെന്ന്. കാരണം ഒത്തിരിയധികം ഉത്തരവാദിത്തങ്ങളുണ്ട് വനിതകൾക്ക്. കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക, പല സാഹചര്യങ്ങളും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ നമുക്ക് അതുപോലെ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും സമയത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ്, അതിനുള്ള ഒരു ധൈര്യത്തോടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമുദായത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി, ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമ്മേളന വേദികളിൽ ഇപ്പോൾ വലിയ മാധ്യമപ്പടയെ കാണുന്നുണ്ട്. അത് തന്നെ ചിലപ്പോൾ ലൈവ് ടെലികാസ്റ്റ് ഉണ്ട്. നമ്മുടെ പിതാക്കന്മാരുമായിട്ട് അഭിമുഖങ്ങളും ഒപ്പം തന്നെ നടക്കാറുണ്ട്. എന്താണ് ഇതിന് കാരണം? പൊതുസമൂഹം നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതലായി വീക്ഷിക്കുന്നു എന്നുള്ളതാണോ? കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയുടെയും കത്തോലിക്ക കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങളുടെയും പ്രസക്തി പൊതുസമൂഹവും മാധ്യമങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. നമുക്കറിയാം, കത്തോലിക്ക കോൺഗ്രസ് സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ്. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങളെല്ലാം പൊതുസമൂഹത്തെ കൂടി ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും വന്യജീവി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ വിദ്യാഭ്യാസ നയത്തിൽ വരുന്ന അപാകതകൾ, ഇങ്ങനെ ഒട്ടനേകം വിഷയങ്ങൾ പൊതുസമൂഹത്തെ ബാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഇന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ പൊതുപരിപാടികളിലും സജീവമായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം. ചില രൂപതകളിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനം അതിശക്തമാണ്. ഉദാഹരണത്തിന് നമ്മുടെ താമരശ്ശേരി രൂപത, തലശ്ശേരി രൂപത, ചങ്ങനാശ്ശേരി രൂപത എന്നിവിടങ്ങളിൽ. മറ്റു പല സ്ഥലങ്ങളും അത്രയങ്ങനെ ആവുന്നില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അവിടെ പ്രവർത്തനം ശക്തപ്പെടുത്താൻ വേണ്ടി സംഘടന എന്താണ് ചെയ്യുന്നത്? കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായി വരുന്നത് സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുള്ള ഇടങ്ങളിലാണ്. പ്രത്യേകിച്ചും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തലശ്ശേരി, താമരശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിലാണ് ഇന്ന് ഏറ്റവും അധികം വന്യജീവി പ്രശ്നങ്ങൾ, കർഷക പ്രശ്നങ്ങൾ, അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ആളുകൾ നേരിടുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്കതിൽ നിന്ന് ഒരു മാറ്റം വേണം.
അതിനുവേണ്ടി ഈ സംഘടനയിലേക്ക് അവർ കൂടുതലായിട്ട് ആശ്രയിക്കുന്നു, സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി വരുന്നു. രണ്ടാമത്തെ കാര്യമാണ് രൂപതാ നേതൃത്വങ്ങൾ. നമ്മളുടെ സമുദായ സംഘടനയിലെ നേതാക്കന്മാർ എത്രത്തോളം ഊർജ്ജസ്വലമായി പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു, അതനുസരിച്ച് രൂപതയിലും വളരെ സജീവമായി എല്ലാ ഇടവകകളിലും യൂണിറ്റുകൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റു രൂപതകളിലും കത്തോലിക്ക കോൺഗ്രസിൻ്റെ യൂണിറ്റ് തലത്തിലുള്ള ശാക്തീകരണമാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ പ്രാധാന്യം കൊടുത്തു വരുന്നത്. പുതിയ യൂണിറ്റുകൾ സ്ഥാപിക്കുക, യൂണിറ്റുകൾക്ക് പ്രവർത്തനങ്ങൾ കൊടുക്കുക, അതിലൂടെ കത്തോലിക്ക കോൺഗ്രസിനെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു കാര്യം വളരെ ഭംഗിയായി ഈ നാളുകളിൽ നടന്നു വരുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് സർക്കാരിനോട് പല ആവശ്യങ്ങളും വളരെ ശക്തമായിട്ട് ഉന്നയിക്കാറുണ്ട്. അത് വളരെ വൈകിപ്പിച്ചുകൊണ്ട് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ സംഘടനയെ അവഗണിക്കുകയാണെന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും അതൊരു തോന്നൽ മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. സർക്കാർ കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയെ മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തെ പൊതുവെ അവഗണിക്കുകയാണ്. സർക്കാർ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും, ഭരണപക്ഷവും പ്രതിപക്ഷവും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ക്രൈസ്തവരെ അവഗണിക്കുന്നു. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. അതൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് തന്നെയാണ്. പ്രത്യേകിച്ചും പല കാര്യങ്ങളും നമ്മളുടെ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നമുക്കറിയാം. 2020 മുതൽ 26 വരെയുള്ള ഇത്രയും വലിയൊരു കാലഘട്ടത്തിന് ശേഷമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടേ ഉള്ളൂ, അത് നടപ്പിലാക്കിയിട്ടില്ല. പുറത്തുവിട്ടിട്ടുണ്ട്, അതും ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട്. അതൊരു ഇലക്ഷൻ ഗിമിക്സ് ആണോ എന്ന് നമ്മൾ സംശയിച്ചാൽ നമ്മളെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് അധ്യാപക നിയമനം, ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. NSSന് അനുകൂലമായിട്ടുള്ളൊരു സുപ്രീം കോടതി വിധിയുണ്ട്. അത് പൊതുവിൽ നടപ്പിലാക്കണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നിട്ടും അത് നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും അത് നടപ്പിലാക്കിയിട്ടില്ല. ഇതിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും, നമ്മളെ സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും ഒന്നടങ്കം അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മളുടെ നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെയും സമരങ്ങളുടെയും ഫലമായിട്ടാണ് ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഈ അവസാന നിമിഷത്തിലെങ്കിലും പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരിക്കുന്നത്. അതുപോലെ തന്നെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നതും കത്തോലിക്ക കോൺഗ്രസിൻ്റെ അവകാശ സംരക്ഷണ യാത്രയുടെ ഇടയിലാണ്. ആ ഒരു ജനമുന്നേറ്റത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അത് പുറത്തുവിടുന്നത്. അതുകൊണ്ട് നമ്മളുടെ പ്രയത്നങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ സമരങ്ങളുമൊക്കെ ഫലം കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഒരു ആശാവഹമായ വസ്തുതയാണ്. സന്തോഷമുണ്ട്. മറ്റ് സമുദായ സംഘടനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ വ്യത്യാസം എന്താണ്? കത്തോലിക്ക കോൺഗ്രസ് ഒരു സമുദായ സംഘടനയാണെങ്കിൽ പോലും പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങളാണ് നമ്മൾ കൂടുതലായും ഉയർത്തിപ്പിടിക്കുന്നത്. അതോടൊപ്പം ക്രൈസ്തവ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ശബ്ദമുയർത്തുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരുടേതൊന്നും പിടിച്ചു വാങ്ങിക്കാനോ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും നിഷേധിക്കാനോ കത്തോലിക്ക കോൺഗ്രസോ ക്രൈസ്തവ സമൂഹമോ ഒരിക്കലും ശ്രമിക്കുന്നില്ല. നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തുന്നു. നമ്മൾക്ക് അർഹമായത് വാങ്ങിയെടുക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നമ്മൾ സജീവമായി ഇടപെടുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസിനെ മറ്റുവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. എൻ്റെ അറിവ് കുറവാണോ എന്നറിയത്തില്ല, ഈ അടുത്ത കാലത്തായിട്ടാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ചർച്ചയായിട്ട് വരുന്നത്. അത് പഴയകാല നേതൃത്വത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള കുറവ് കൊണ്ടാണോ, അതോ നമുക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സമുദായ അംഗങ്ങളുടെ തോന്നലുള്ളത് കൊണ്ടാണോ? ഇതിൻ്റെ ഉത്തരം വ്യക്തമാകണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നമുക്കറിയാം കത്തോലിക്ക കോൺഗ്രസ് സ്ഥാപിതമായത് 1918 ആ ഒരു സമയത്ത് കേരളത്തിലെ ഒരു സമൂഹത്തിൻ്റെ സ്ഥിതിവിശേഷം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ക്രൈസ്തവരടക്കമുള്ള പലരും, പല വിഭാഗത്തിൽപ്പെട്ടവരും വളരെയധികം പിന്നാക്കം നിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനാണ് കത്തോലിക്ക കോൺഗ്രസ് എന്നുള്ളൊരു സംഘടന അന്ന് സ്ഥാപിതമായത്. അന്ന് നമ്മളുടെ പ്രയത്നഫലമായിട്ട് മലയാളി മെമ്മോറിയൽ, അതിനുശേഷം പൗരത്വ സമത്വവാദ പ്രക്ഷോഭം, അതിനുശേഷം കാത്തലിക് ഗ്രീവൻസസ്, അതായത് കത്തോലിക്കരുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനായി രാജ്യസമക്ഷം സമർപ്പിച്ച ഒരു നിവേദനമായിരുന്നു കാത്തലിക് ഗ്രീവൻസസ് എന്ന് പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് നിവർത്തന പ്രക്ഷോഭമുണ്ടായി, വിമോചന സമരം, അതുപോലെ വിദ്യാഭ്യാസ പ്രക്ഷോഭം, 1970കളിലെ കർഷക മുന്നേറ്റങ്ങൾ, കുടിയിറക്കുമായി ബന്ധപ്പെട്ടുണ്ടായ കർഷക മുന്നേറ്റങ്ങൾ, അങ്ങനെയുള്ള അത്രയും കാലഘട്ടത്തോളം വളരെ സജീവമായിരുന്നു
നമ്മുടെ സംഘടന എന്ന് പറയുന്നത്. കാരണം അന്ന് സംഘടനയുടെ ആവശ്യമുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മളുടെ പൂർവ്വപിതാക്കന്മാരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ക്രൈസ്തവർ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉന്നത സ്ഥാനത്തേക്കെത്തി, കുറച്ച് പുരോഗതിയിലെത്തി. അതായത് രാഷ്ട്രീയമായിട്ടാണേലും സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് അതുപോലെ ഉന്നതമായ ജോലി. നമുക്കറിയാം സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും ഹയർ പോസ്റ്റുകളിലൊക്കെ നമ്മളുടെ ക്രൈസ്തവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈവൻ നമ്മളുടെ കോടതികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജഡ്ജിമാരായാലും പ്രബലരായ വക്കീലുമാരായാലും ഒക്കെ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് 24 MLA വരെ ക്രൈസ്തവരായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം, സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകാത്ത ഒരു കാലമുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 1990 അവസാനിപ്പിച്ചപ്പോഴേക്കും നമ്മൾ വീണ്ടും പിന്നാക്കം പോകാൻ തുടങ്ങി. വീണ്ടും പിന്നാക്കം പോകാൻ തുടങ്ങി. നമ്മളെല്ലാ മേഖലകളിലും അതിൽ വലിയൊരു പങ്ക് നമ്മളുടെ ജനസംഖ്യയിൽ വന്ന വലിയൊരു കുറവാണ്. അപ്പോൾ അങ്ങനെ വന്നു. നമ്മളുടെ ആളുകൾ വിദേശങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. മിടുക്കരായ ആളുകൾ നാട്ടിൽ നിന്ന് പോകാൻ തുടങ്ങി. അതോടൊപ്പം സർക്കാർ സർവീസുകളിലൊക്കെ നമ്മളുടെ പ്രാതിനിധ്യം കുറഞ്ഞു വന്നു. അതോടൊപ്പം കാർഷിക മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. വന്യജീവി പ്രശ്നങ്ങൾ മൂലം ഒത്തിരിയധികം ആളുകൾ ദുരിതത്തിലായി. അവർ ജീവിതമാർഗം തന്നെ വരുമാന നഷ്ടമുണ്ടായി, പരിക്കുകൾ പറ്റി, അതുപോലെ മരണപ്പെട്ടു. കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്നിരുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും നമ്മൾ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് വീണ്ടും കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസക്തി ഏറി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾ ചോദിച്ചതുപോലെ ഈ അടുത്ത കാലത്തായിട്ട് കത്തോലിക്ക കോൺഗ്രസ് വീണ്ടും ആളുകളുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ വളരെ സജീവമായി തുടങ്ങിയതും അവർക്കൊരു ആവശ്യബോധമുണ്ട്. അതായത് ഒരു സർക്കാരിൻ്റെ മുൻപിലേക്ക് ഒറ്റയ്ക്ക് നിന്ന് ചോദിക്കാതെ കൂട്ടമായി ഓരോ ആവശ്യങ്ങൾ ചോദിക്കാനും നേടിയെടുക്കാനുള്ള ഒരു അവസരം ഒരു സംഘടന ഉള്ളപ്പോഴാണ് നമുക്കത് ഉണ്ടാകുക. നമുക്കൊരു നേതാവ് ഉള്ളപ്പോഴാണ്. നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് ഒരു നേതാവുണ്ട്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആർക്കും പക്ഷേ ഈ അടുത്ത കാലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് പറയാൻ പറ്റും ആരാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് കൊച്ചുപറമ്പിലാണ് ഇപ്പോൾ പ്രസിഡന്റ് എന്ന് പറയാനായിട്ട് ആളുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സംഘടനയുടെ പ്രസക്തി വർദ്ധിച്ചതുകൊണ്ടാണ്. തീർച്ചയായും